ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സാറ്റർഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഫോൺ എടുത്തപ്പോഴേക്ക് ഇവള് ഓടി വന്നു, ഒരുങ്ങട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. ഹായ് പറഞ്ഞ ഇത് പൈങ്കിളി കുട്ടി കേട്ടോ. പൈങ്കിളി കുട്ടി കുഞ്ഞിക്കിളി കുളിച്ചിട്ട് ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ഇന്നപ്പോൾ എല്ലാവർക്കും ലീവായതുകൊണ്ടേ അപ്പോൾ എല്ലാവരും ഉണ്ട്. ഇവർക്ക് ശരിക്കും അംഗൻവാടി ഉണ്ട്, പക്ഷെ ഇവർ പോയിട്ടില്ല. അംഗൻവാടി ഇല്ലെന്ന് ആരെ പറഞ്ഞു? ഇല്ലാന്ന് വല്യമ്മ പറഞ്ഞോ? അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, ശനിയാഴ്ചത്തെ വിശേഷങ്ങൾ സാറ്റർഡേ വ്ളോഗ്. ശനിയാഴ്ച സ്കൂളില്ലാത്ത ദിവസം നല്ല ദിവസമാണ്, നല്ല മഴ. അതാ കണ്ടോ, നല്ല മഴ പെയ്യുന്നതാ, നല്ല മഴ. ശനിയാഴ്ച പിള്ളേർക്കൊക്കെ സ്കൂളില്ലാത്ത ദിവസം, പക്ഷെ മഴ പെയ്തു. ഞങ്ങൾക്ക് ഇന്ന് കുറച്ച് വിരുന്നുകാരുണ്ട്. എൻ്റെ സിസ്റ്ററും പിള്ളേരും, മോനൂസ്, ഇങ്ങനെ കുട്ടി, ശ്രീമോള്, അവരൊക്കെ ഉണ്ട്, അനിയത്തി, അവരൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ നല്ല മഴയാണ്, ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എൻ്റെ ഓരോ പൂതികളാണ് കേട്ടോ. ഇന്നലെ വൈകുന്നേരം അതിലും പഴമൊക്കെ കുഴച്ച് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ചേനയും കായം കൊണ്ട് കുറുക്ക് കാളൻ, നമ്മളെ ഓണസദ്യയിൽ ഉണ്ടാക്കുന്ന കാളൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. തൈര് വെച്ചിട്ടുള്ള എന്ത് കറികളും എനിക്കിഷ്ടമാണ്. അപ്പോൾ കുറുക്ക് കാളൻ ഉണ്ടാക്കുകയാണ്. പിന്നെ മീനുണ്ട് കറി വയ്ക്കാൻ, പിന്നെ പയർ തോരൻ. അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഞാനെങ്ങനെയാണ് കാളൻ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ശനിയാഴ്ചത്തെ, അതായത് ഇന്നത്തെ വിശേഷമാണ് കേട്ടോ. അപ്പോൾ രാവിലെ കുളി കഴിഞ്ഞു, ചായ കുടി കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല മഴയാണ്. നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല മഴ. അപ്പോൾ കുറേ ദിവസമായി ഈ കായ ഇങ്ങനെ കണ്ടപ്പോഴേ കാളൻ വെക്കാനും ഭയങ്കര ആഗ്രഹം. അപ്പോൾ സാമ്പാറിന് കൊണ്ടുവന്ന കഷ്ണങ്ങളിൽ ബാക്കി എന്നൊരു ചേന കഷ്ണം ഉണ്ടായിരുന്നു ബാക്കി. അപ്പോൾ ചേനയും കായും കൂടെ കുറുക്ക് കാളൻ വെക്കാമെന്ന് പറഞ്ഞിട്ട് ഇതാ കായ ചെറുതായി കഷ്ണങ്ങളായി മുറിക്കുകയാണ് കേട്ടോ. അതേപോലെ തന്നെ ചേനയും, അതായത് ഒരു ക്യൂബ് പോലെയാണ് മുറിച്ചെടുക്കുന്നത് കേട്ടോ. പച്ചക്കറിയൊക്കെ അരിയുന്നതിൽ സാമ്പാറിന് അരിയുന്നത് വേറെ, കാളൻ അരിയുന്നത് വേറെ, ഓലൻ അരിയുന്നത് വേറെ, പിന്നെന്താ പച്ചടിക്ക് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് വേറെ, പച്ചക്കറി നുറുക്കുന്നതിലൊക്കെ പ്രത്യേകം ഒരു തരം ഉണ്ടല്ലോ. അപ്പോൾ ഇതാ കാളൻ ഇങ്ങനെ ക്യൂബായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ കായയും ചേനയും, അപ്പോൾ ചേന ചെറിയൊരു കഷ്ണമാണ് സാമ്പാർ വെക്കാൻ കൊടുത്തതിൻ്റെ ബാക്കി ഒരു കഷ്ണം ഉണ്ടായിരുന്നു. പിന്നെ കായ ഒരു 3, 4, 5, 6 കായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അതിലേക്ക് അരയ്ക്കാനുള്ളത് ഒരു മുറി നാളികേരം, 1 സ്പൂൺ കുരുമുളക്, 1/2 സ്പൂൺ ചെറിയ ജീരകം, 2 പച്ചമുളക്. പിന്നെ കായം ചേന ഇതാ കുക്കറിൽ ഞാൻ കഴുകി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി മുളക് പൊടി, പിന്നെ പാകത്തിന് ഉപ്പും, ഒരു പച്ചമുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതും കൂട്ടിയിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുകയാണ്. ഇപ്പോൾ ഇതാ പാകത്തിന് വെള്ളം ഒഴിച്ചു. ഇനി കുക്കറിൽ അടച്ച് വെച്ച് വേവിക്കാം കേട്ടോ. സാധാരണ 2 വിസിൽ മതി, പക്ഷേ ഞാനൊരു 4 വിസിൽ വരെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. ചേന വേവുമെന്നറിയില്ലല്ലോ ഇപ്പോൾ, പക്ഷേ ഈ സമയത്ത് ചേന വേവുമെന്നാണ് ഇപ്പോൾ അമ്മ പറഞ്ഞത്. നന്നായിട്ട് വേവുന്ന സമയമാണ് അത്ര ഇപ്പോൾ. ഞാൻ കണ്ടില്ലേ ചേനയും കായൊക്കെ നന്നായി വെന്തുടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതൊന്ന് നന്നായിട്ട് ഉടച്ചു കൊടുക്കുകയാണ്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ ഇതാ 1 സ്പൂൺ, അര സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലേക്ക്. ആ നെയ്യ് കൂടി ഒഴിച്ച് കൊടുത്തിട്ടാണ് ഞാനിതൊന്ന് ഇളക്കി ഉടച്ചെടുക്കുന്നത് കേട്ടോ. അതിന് ശേഷമാണ് നല്ല പുളിയുള്ള കട്ട തൈര് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുന്നത്. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കാളൻ ഉണ്ടാക്കാറ്. പക്ഷേ ചില ആൾക്കാരൊക്കെ മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് മാത്രം വേവിച്ചെടുക്കുന്നുണ്ട്, മുളക് പൊടി ഇടാറില്ല. കുരുമുളക് പൊടി ഇട്ടിട്ടാണ് വേവിക്കുക. പക്ഷേ ഞാൻ നാളികേരത്തിൻ്റെ കൂടെ കുരുമുളക് അരച്ചെടുത്തതാണ് കേട്ടോ. നാളികേരം, നല്ല ജീരകം, കുരുമുളക്, 2 പച്ചമുളക്, അങ്ങനെയാണ് കേട്ടോ ഞാൻ അരച്ചെടുത്തത്. ഞാൻ നന്നായിട്ട് അരച്ചെടുക്കും. ചിലവരൊക്കെ പറഞ്ഞേക്കാം തരിപ്പായിട്ട് അരച്ച് കൊടുത്താൽ മതി, പക്ഷേ ഞാൻ നാളികേരം നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ തൈരൊക്കെ ഒഴിച്ച് കൊടുത്ത് നന്നായി ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കാം കേട്ടോ. ഇത് നന്നായി കുറുകി വന്നതിന് ശേഷം ഇതാ അരച്ചെടുത്ത അരപ്പില്ലേ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും. ഒരുപാട് നേരമൊന്നും തിളപ്പിക്കില്ല. ഇപ്പോൾ തന്നെ കാളം കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് അരപ്പും കൂടി ഒഴിക്കുമ്പോൾ ഒന്നുകൂടെ കുറുകുമല്ലോ.
അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് ഒരുപാട് നേരം ഒന്നും തിളപ്പിക്കാതെ ഇതാ വാങ്ങി വെക്കുകയാണ് കേട്ടോ. എൻ്റെ കുറുക്ക് കാളൻ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ സദ്യയിൽ സാമ്പാർ, അവിയൽ, പച്ചടി, കുറുക്ക് കാളൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒന്നാമത് തൈര് വെച്ചുള്ള കറികളോട് തന്നെ പ്രത്യേക ഇഷ്ടമാണ്. പിന്നെ മോരുകറി എൻ്റെ ഒരു ഫേവറേറ്റാണ്. പിന്നെ ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ നല്ല പുളിയുള്ള കട്ടത്തൈര് അരപ്പ്, അതായത് കുരുമുളക് കൂട്ടി അരച്ചെടുത്ത അരപ്പ്. പിന്നെയെന്ന് പറഞ്ഞാൽ വറുത്തിടുന്നത് പ്രത്യേക രീതിയിൽ, അതായത് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഉലുവയും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും ഇട്ട് വറുത്തിട്ടാൽ തന്നെ പ്രത്യേക ഒരു മണം, പ്രത്യേക ഒരു സ്വാദുമാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇതാ കുറുക്ക് കാളനൊക്കെ ഞാൻ വാങ്ങി വെച്ചു. ഇനി ഇതാ വറുത്തിടുകയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു സ്പൂൺ നെയ്യ് ഒഴിച്ചു, അതിലേക്ക് ഉലുവ ഇട്ടു. അത് പൊട്ടിത്തുടങ്ങിയതിന് ശേഷം ഇതാ കടുക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തു. വറ്റൽമുളക് ഇല്ലാത്തത് കൊണ്ട് അത് ഇട്ടിട്ടില്ല. വറ്റൽമുളകും കൂടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ഇതാ വറുത്തെടുത്ത എൻ്റെ കുറുക്ക് കാളൻ ഇതാ റെഡി ആയിട്ടുണ്ട്. സാധാരണ നമ്മൾ സാമ്പാറിൻ്റെ കൂടെയൊക്കെ തന്നെയല്ലേ കുറുക്ക് കാളനൊക്കെ കഴിക്കുക. ഇന്ന് സാമ്പാറൊന്നുമില്ല, സാമ്പാർ വെക്കാതെ ഇന്ന് മീൻ കറിയാണ് കേട്ടോ. മീൻ കറി ഉണ്ട്, കുറുക്ക് കാളനുണ്ട്, പിന്നെ ഞങ്ങളുടെ സ്വന്തം പിന്നെ തോട്ടത്തിലെ പയർ കൊണ്ടുള്ള ഉപ്പേരിയുണ്ട്, പിന്നെ ചീര കൊണ്ടുള്ളൊരു തോരനും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഊണ്. അപ്പോൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞതാ ഈ സ്റ്റെപ്പുമ്മൽ ഇവിടെ ഇരിക്കും കേട്ടോ. മുകളിലേക്കുള്ള സ്റ്റെയർ കേസിൻ്റെ അവിടെയാണ് ഇരിക്കും. പിള്ളേരുണ്ടെങ്കിൽ പിള്ളേർ ഇവിടെ തന്നെ ഇരിക്കല്. അവരെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, അവരാദ്യം ഭക്ഷണം കഴിച്ചു. അവരെ ഭക്ഷണം കഴിച്ച് ഒരു ഭാഗത്താക്കിയാലേ പിന്നെ വീട്ടിലുള്ളവർക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ കാപ്പി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവരൊക്കെ ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഓരോരുത്തർ ഇതാ ഇങ്ങനെ ഭക്ഷണം വിളമ്പിയിട്ട് ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉച്ചഭക്ഷണമൊക്കെ കഴിഞ്ഞു. ഇതാ എല്ലാവരും ഇങ്ങനെ വന്നിരിക്കുകയാണ് കേട്ടോ. അമ്മ ദാ അനിയത്തിൻ്റെ തലയിലൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്. കിങ്ങിണിക്കുട്ടി ഇതാ ഫോണിൽ തോണ്ടിയിരിക്കുന്നു. ഞാനും ഇതാ എൻ്റെ തലയിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. വൈകുന്നേരം ആയപ്പോൾ വെറുതെ എല്ലാവരും കൂടെ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാട്ടോ. ഈ കുട്ടി പട്ടാളങ്ങളെയും കൊണ്ട് എല്ലാവരും വീട്ടിൽ വിരുന്നാണ്. പുഴയൊക്കെ ഇറങ്ങിയതെന്ന് പിള്ളേരെയും കൊണ്ട്, പക്ഷെ മഴ പെയ്തു. കണ്ണൂർ ജില്ലയിലൊക്കെ നല്ല മഴയാണ്. നല്ല മഴ പെയ്തു, നല്ല മഴ പെയ്തു. പിന്നെ പുഴയിൽ പോയി, വീട്ടിലെത്തി കുളിച്ചു, എല്ലാവരും കുളിയായിരുന്നു. അപ്പോൾ ഇന്ന് വൈകുന്നേരം എല്ലാവർക്കും മന്തി വാങ്ങി പറഞ്ഞിട്ട് കുട്ടൻ പോയി മന്തി വാങ്ങി കൊടുത്തിട്ടുണ്ട്, ചിക്കൻ മന്തി. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് മന്തി, അൽഫാം. അപ്പോൾ മന്തി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ വൈകിട്ട് ഒരു 7 മണിയോട് കൂടി ഇതാ 2 ഫുൾ മന്തി വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ കുട്ടന്. മന്തി കൊടുന്നപ്പോൾ പിന്നെ എല്ലാവർക്കും ഭയങ്കര വിശപ്പ്. 7 മണിയായപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ മന്തി കണ്ടപ്പോൾ എന്താ എല്ലാവരും പാത്രമൊക്കെ എടുത്ത് സെറ്റായി നിന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും കൂടിയിട്ട് പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ കേട്ടോ കരുതിയത്. പോരുമ്പോൾ ഹാപ്പിനെസ് പാർക്കിലൊന്ന് കയറാമെന്ന് കരുതിയതാണ്. പക്ഷേ നല്ല മഴ, അപ്പോൾ അതുകൊണ്ട് വീട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. താങ്ക് യു.